ഇടയിലക്കാട് ബഡ്സ് സ്കൂളിന്റെ പ്രവൃത്തി ഉദ്ഘാടനം വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ പാർട്ടി പരിപാടിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി UDF രംഗത്ത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ നടപടി സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ഭരണസമിതിയുടെ കാലാവധി തീരാൻ 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാ നിയമങ്ങളും അട്ടിമറിച്ച് ഈ മാസം 29-ന് ഒരു തട്ടിക്കൂട്ടൽ ഉദ്ഘാടന പരിപാടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തുന്നതെന്നാണ് UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രധാന ആരോപണം. ഭരണസമിതി യോഗത്തിൽ പോലും തീരുമാനിക്കാതെയാണ് ബഡ്സ് സ്കൂളിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുന്നത്. UDF ഭരണസമിതി അംഗങ്ങളെ അറിയിക്കാതെ പ്രവൃത്തി ഉദ്ഘാടനം CPM പരിപാടിയാക്കി മാറ്റാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവന്റെ ശ്രമം. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നൽകിയ കത്ത് ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. UDFന്റെ ജനപ്രതിനിധികളെ മനഃപൂർവ്വം തടയാനുള്ള നീക്കം ജനാധിപത്യ വിരുദ്ധമാണ്. കഴിഞ്ഞ UDF ഭരണസമിതി തീരുമാനിച്ച ബഡ്സ് സ്കൂൾ ആയയെ ഒഴിവാക്കി മറ്റൊരാളെ നിയമിക്കുന്നതിനെതിരെ കോടതിയിൽ സ്റ്റേ ഉണ്ടായിട്ടും അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും ഇവർ ആരോപിക്കുന്നു. സർക്കാർ പദ്ധതിക്ക് വേണ്ടത് എല്ലാവരുടെ സഹായം വേണം. പാർട്ടിയുടെ ഒരു സഹായം വേണമെന്ന് പറയുമ്പോൾ അത് ഗൗരവകരമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഈ വാചകത്തിലൂടെ എന്ന് നമുക്ക് പറയാനുള്ളത്. ഒരു പാർട്ടിക്ക് കത്ത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസല്ലേ CPM വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടി കത്ത് കൊടുക്കാം. പക്ഷേ ഒരു സർക്കാർ പദ്ധതി സ്വാഭാവികമായും വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ആ പഞ്ചായത്തിന് ജനപ്രതിനിധികൾ അറിയണം. പഞ്ചായത്തിലെല്ലാം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പാർട്ടി പ്രതികളെ ക്ഷണിക്കണം. അത് ക്ഷണിക്കാതെ CPMന്റെ ലോക്കൽ കമ്മിറ്റിക്ക് മാത്രം കത്ത് കൊടുക്കുകയും അതിൽ നിങ്ങളുടെ പാർട്ടിയുടെ എല്ലാ സഹായങ്ങൾക്കും വേണം UDF സ്റ്റേ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം, രാഷ്ട്രീയ ലക്ഷ്യം ശരിയല്ല എന്നാണ് UDFന് പറയാനുള്ളത്. UDF വലിയപറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാല, M അബ്ദുൽ സലാം, K അശോകൻ, K ബാലൻ, PKC അബ്ദുള്ള എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി പരാതിയും പ്രതിഷേധവും അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.